ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി നാടൻ ചിക്കൻ റെസിപ്പി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. കൂടാതെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മാരിനേഷന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കരിഞ്ഞു പോകാതെ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ആവാതെ ആ ചിക്കൻ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ചിക്കനും നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം ഒരു സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ ഇതിനു വേണ്ടി 3 സവാള, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ബൗൾ തേങ്ങയും വേണം. ഇനി ഒരു പാത്രം വെക്കുക അടുപ്പിൽ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നല്ല ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റണം. ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. കറിവേപ്പില ആഡ് ചെയ്യുക. നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് എഗെയിൻ വഴറ്റുക. തക്കാളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്നാവും. നന്നായി ഉടഞ്ഞു കിട്ടിയതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിലെല്ലാം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇനി നമുക്ക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ തേങ്ങ ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ.